നമുക്കറിയാം ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ധനവാന്റെ വാതിൽപ്പടിക്കൽ കിടന്ന ദരിദ്രനായ ലാസർ. ധനവാൻ ഈ ലാസറിനെ ഉപദ്രവിക്കുന്നതായിട്ട് വചനം പഠിപ്പിക്കുന്നില്ല. പോലീസിനെ വിട്ട് അവനെ പിടിപ്പിക്കുന്നില്ല, അവനെ അവിടെ നിന്ന് ഓടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നതായിട്ട് വചനം പഠിപ്പിക്കുന്നില്ല. പക്ഷേ ധനവാൻ നരകത്തിലേക്ക് പോയി, ലാസർ സ്വർഗത്തിന്റെ സന്നിധിയില് അപരാധന മഴയിലേക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ധനവാൻ ചെയ്ത തെറ്റ്? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തില് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ധനവാന് ചെയ്യാനാകുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ സമ്പത്ത് ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ തന്റെ വീടിന്റെ ആ വാതിൽപ്പടിയിൽ കിടന്നിരുന്ന ആ ദരിദ്രനെ സ്വന്തം സഹോദരനായിട്ട് കാണാന് പ്രിയപ്പെട്ടവരെ ആ ധനവാന് സാധിച്ചില്ല. അവനെ കൈപിടിച്ചുയർത്തുവാന്, അവനെ സ്നേഹിക്കുവാന് ആ ധനവാൻ ശ്രമിച്ചില്ല. അത് മാത്രമേ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും അക്കറയുള്ള ഒരു വ്യക്തിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുമായിരുന്നിട്ടും ആ സഹായം ഞാനും നിങ്ങളും മനഃപൂർവ്വം നിഷേധിക്കുന്നുണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുന്നു, കുംഭസാരത്തിന് ഏറ്റുപറയേണ്ട ഒരു പാപമാണത്. എന്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുവാന് എനിക്ക് അതിനുള്ള സാമ്പത്തികമായ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യനെ ഞാൻ അവഗണിക്കുന്നെങ്കിൽ എന്റെ കുംഭസാരത്തിന് ഏറ്റുപറയേണ്ട ഒരു പാപമാണ്. ഒരുപക്ഷെ മറ്റൊരു വ്യക്തിയെ സഹായിക്കാനോ അംഗീകരിക്കാനോ എനിക്ക് സാധിക്കാത്ത എന്റെ അവസ്ഥകളുണ്ടാകാം. മറ്റു പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലെങ്കിലും ഒരുപക്ഷെ ദൈവത്തിന്റെ വിടുതല് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാത്തത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നോക്കാം. കഴിഞ്ഞുപോയ എന്റെ ജീവിതങ്ങളില്, എന്റെ സാഹചര്യങ്ങളില് എന്റെ ദൈവത്തോട് മറുതലിച്ച എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ നമുക്കൊന്ന് കണ്ണോടിക്കാം. എന്റെ ചിന്തയിലൂടെ എന്റെ ദൈവത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എന്റെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്നും വഴുതു മാറിക്കൊണ്ട് എന്റെ ചിന്തയുടെ, എന്റെ ബുദ്ധിയുടെ തലങ്ങളിൽ എന്റെ ദൈവത്തിന് വിരുദ്ധമായിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? എന്റെ ദൈവത്തെ വെറുപ്പിച്ച എന്റെ ചിന്തയുടെ മേഖലകൾ, ആ മേഖലകളൊക്കെ ഉപസാരത്തിലൂടെ വൈദികനോട് ഏറ്റുപറയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തയുടെ മണ്ഡലങ്ങള് നമ്മൾ ചെയ്തതായ എല്ലാ പാപകരമായ സാഹചര്യങ്ങളെയും നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ കുമ്പസാരത്തില് ഗൗരവമായിട്ട് ഏറ്റുപറഞ്ഞിട്ടുള്ളവ അല്ലാതിരിക്കാം. ഒരുപക്ഷെ മറച്ചു വെച്ചിട്ടുകൊണ്ട് കള്ളകുമ്പസാരം നടത്തുകയാകാം. എന്റെ ജീവിതത്തില് ചിന്തയുടെ മണ്ഡലത്തില് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങള്, സംസാരം വഴിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പാപത്തിന്റെ മേഖലകള്, എന്റെ ദൈവത്തെ സ്തുതിക്കുവാന്, സഹജീവിയോട്, സഹോദരനോട് സ്നേഹത്തോട് സംസാരിക്കുവാന്, എനിക്ക് തന്നെ എന്റെ അധികങ്ങളെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുവാന്, അവരെ ശപിക്കുവാന്, ശകാരിക്കുവാന് എന്റെ അധികങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ മുന്നിലേക്ക് എന്റെ ആ പാപത്തെ ഞാൻ കൊണ്ടുവരാം. എന്റെ വാക്കിനാല് എന്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? പ്രവൃത്തിയുടെ തലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങള്, എന്റെ ശരീരം വഴിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പാപക്കൂത്തുകൾ, എന്റെ ദൈവം എന്റെ ഹൃദയത്തില് സന്നിഹിതനായിരിക്കുന്ന ഈ അവസ്ഥയിലും തിരുവോസ്തിരൂപനായ ഈശോ എന്റെ നാവിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളിൽ പോലും എന്റെ ശരീരം വഴിയായിട്ട്, എന്റെ പ്രവർത്തനം വഴിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ, എന്റെ കുമ്പസാരം എങ്ങനെയുള്ള കുമ്പസാരമായിരുന്നു? കണ്ണീരോടുകൂടി വിങ്ങുന്ന ഹൃദയത്തോടി കുമ്പസാരക്കൂട്ടില് വൈകിയുടെ പക്കലണയാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പ്രതിനിധിയാണ് മനസ്സിലെന്ന്. പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തില് ഒരു കുമ്പസാരം കഴിയുമ്പോൾ ഒരു വലിയ പാപത്തിന്റെ ആ ഭാരം, ഒരു വലിയ കെട്ടിറക്കി വെച്ച ഒരു വിടുതല് എന്റെ നിങ്ങളുടെ ജീവിതത്തില് കുമ്പസാര ശുശ്രൂഷയിൽ ഉണ്ടായിട്ടുണ്ടോ? എന്റെ നിങ്ങളുടെ കുമ്പസാരം ഏത് രീതിയിലുള്ളതായിരുന്നു? നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈ നിമിഷം ക്രമീകരിക്കാം. ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് എന്റെയും നിന്റെയും, സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എന്റെയും നിന്റെയും. പക്ഷെ പാപത്തിന്റെ ബ്ലേച്ചറിയാൽ നിറഞ്ഞ എന്റെ ശരീരത്തിൽ നിന്നും ആകാശത്തിലേക്ക് വരുന്നതായ പ്രാർത്ഥനകൾ എന്റെ ദൈവം കേൾക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയില് ഈ നിമിഷം നമ്മുടെ കഴിഞ്ഞമായ ജീവിതത്തിൽ തിരിച്ചറിവായ നിമിഷം മുതൽ ഈ ദൈവികാരുടെ സന്നിധിയില് ആയിരിക്കുന്ന ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളതായ പാപകരമായ എല്ലാ മേഖലകളെയും എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാം. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അഭിഷിക്തന്റെ അടുക്കൽ ചെന്ന് ഒരു നല്ല ഉപസാരം നടത്തുക.
ഒരു വലിയ വിടുതൽ ഉണ്ടാകും, ഒരു വലിയ സൗഖ്യം ഉണ്ടാകും, ഒരു വലിയ കൃപയുണ്ടാകും. ദൈവത്തിന് മുന്നിൽ വാക്ക് കൊടുക്കുക. ഇനിയും എന്റെ ജീവിതത്തിൽ ഞാനൊരു പാപം ചെയ്യുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല കുമ്പസാരം ചെയ്തു കഴിയുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഒത്തിരിയേറെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കും. പാപത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിട്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അഭിഷിക്തനായ വൈദികന്റെ പക്കൽ ചെന്ന് പാപമോചനം നേടുകയെന്നാണ് പ്രിയപ്പെട്ടവര്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാം തിരുവചനം. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പാപമോചനത്തിനുള്ള ആ ഉത്തരവാദിത്വം, അധികാരം ദൈവം വളരെ വ്യക്തമായിട്ട് വീണ്ടും ശിഷ്യന്മാർ കൊടുക്കുകയാണ്. എന്തുകൊണ്ട് സഭയിൽ എന്നുള്ളതിന് വളരെ വ്യക്തമായ വിധത്തിലും വീണ്ടും വചനം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 വചന തിരുവചനങ്ങളില് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ആ തിരുവചന ഭാഗങ്ങളില് പത്രോസ് ശ്ലീഹായോട് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ശിഷ്യന്മാരുടെ ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്? അപ്പോൾ ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ഉത്തരത്തിൽ സംപ്രീതനായ ഈശോ പറയുന്ന മറുപടിയാണ് നമ്മളിവിടെ കണ്ടത്. സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത്. ഇതിനുശേഷം പത്രോസ് ശ്ലീഹായോട് ഈശോ പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. ഹല്ലേലൂയ. ഈ പത്രോസ് ശ്ലീഹായുടെ പിൻഗാമിയായ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ വീണ്ടും കർദിനാളന്മാരുടെ സംഘം, മെത്രാന്മാരുടെ സംഘം, വീണ്ടും വൈദികർ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നത്, നേരിട്ട് നമ്മൾ ദൈവത്തോട് പറഞ്ഞതുകൊണ്ട് ദൈവം നമുക്ക് മാപ്പ് തരികയില്ല. ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, ക്ഷമിക്കുന്ന ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്. പക്ഷേ ആരെങ്കിലും വ്യക്തികൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നേരിട്ട് ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന പറയുന്നതുകൊണ്ട് ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞുകൊണ്ടോ എന്റെ പാപങ്ങള് മോചിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, വീണ്ടും പാപത്തെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായി കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ജീവിതത്തിൽ ഒരു പാപത്തെ കുറിച്ച് ചിന്ത ഉണ്ടായി കഴിയുമ്പോൾ എനിക്കൊരു ബോധ്യം ഉണ്ടാകണം, ഞാൻ പാപം ചെയ്തു പോയി, എന്റെ ദൈവത്തിൽ നിന്നും ഞാൻ അകന്നു എന്നൊരു ബോധ്യം. ആടിനെ മേയിച്ച് നടന്നിരുന്ന ഒരു ചെറുക്കനെ പിടിച്ച് കർത്താവായ ദൈവം രാജാവാക്കി. അവന്റെ മഹത്വമൊന്നും കണ്ടിട്ടായിരുന്നില്ല, മറിച്ച് ദൈവത്തിന് അവനോടുള്ള കരുണമുണ്ട്. ദാവീദിനെ ദൈവം രാജാവാക്കി. ഒരു ഇടയച്ചക്കനായിരുന്നു അവൻ, വലിയ മഹത്വമോ സവിശേഷതയോ ഒന്നുമില്ലാത്തൊരു ഇടയന്മാരൻ. പക്ഷെ കർത്താവിന്റെ കാരണത്താല് അവന് രാജാവായി മാറി. എന്നാൽ രാജാവായി മാറി കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ മട്ടും ഭാവമൊക്കെ മാറി. പാപത്തിന്റെ ചില മേഖലകളിലേക്ക് ദാവീദ് കടന്നു ചെല്ലുകയാണ്. ഊറിയായുടെ ഭാര്യ കുളിക്കുന്ന കണ്ട് ദാവീദിന് അവളോട് മോഹം തോന്നി. അവളെ പരിഗ്രഹിക്കുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനൊരു തടസ്സമുണ്ട്, അവരുടെ ഭർത്താവായ ഊറിയ. ദാവീദിന്റെ മനസ്സ് കുടിലതന്ത്രങ്ങൾ മെനയുകയാണ്. യുദ്ധമുഖത്തേക്ക് ഈ ഊറിയായി അയക്കുന്നു, യുദ്ധമുന്നണിയിൽ ഏറ്റവും മുന്നിൽ നിർത്തുന്നു. അവിടെ വെച്ച് ഈ ഊറിയ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഈ ബത്ശേബയെ ദാവീദ് പരിഗ്രഹിക്കുകയാണ്. ഒരു ഇടയച്ചെറുക്കന്റെ ഒരു ലെവലിൽ നിന്നും സിംഹാസനത്തിലേക്ക് വരുത്തിയ ആ ദാവീദ് പാപത്തിന്റെ മ്ലേച്ഛതയുടെ വഴിയിലൂടെ പോകുമ്പോൾ അവനെ തീർത്ത് കൈവിടുവാന് യഹോവയായ ദൈവം തുനിയുന്നില്ല. മറിച്ച് നാഥാൻ പ്രവാചകനെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ അടുത്തേക്ക് താൻ ചെയ്തു പോയ തെറ്റിന്റെ കാഠിന്യം അവനെ മനസ്സിലാക്കിയെടുക്കുവാൻ, താൻ ചെയ്ത തെറ്റിന്റെ ആഴം അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ പക്കലേക്ക് അയക്കുന്നു. ഒരു ഉപമയിലൂടെ താൻ ചെയ്ത തെറ്റിന്റെ കാഠിന്യം നാഥാൻ പ്രവാചകന് ദാവീദിനെ ബോധ്യമാക്കി കൊടുത്തപ്പോൾ ചഞ്ചലചിത്തനാകുന്ന ദാവീദ് നൊമ്പരപ്പെടുത്തുന്ന മനസ്സുമായി വിഘ്ന ഹൃദയമായി 51-ാം
സങ്കീർത്തനത്തിലൂടെ തന്റെ അനുതാപത്തിന്റെ ഈ ഈരടികൾ പ്രിയപ്പെട്ടവരെ അവിടെ ആലപിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പാപബോധം ഉണ്ടാകുന്ന ഓരോ വ്യക്തിയും കുമ്പസാരക്കൂട്ടിലേക്ക് അഭിഷിക്തന്റെ പക്കലേക്ക് അണയുന്ന എനിക്ക് നിനക്കും ഉണ്ടാകേണ്ട വിചാരമാണ് പ്രിയപ്പെട്ടവരെ ഈ 51 സങ്കീർത്തനം. ദാവീദ് കരഞ്ഞുകൊണ്ട് യഹോവയായ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് കരുണ തോന്നണമേ, എന്റെ അകത്യത്തിന് ശേഷം കഴുകിക്കളയണമേ. വീണ്ടും സ്വയം തന്റെ ഇല്ലായ്മകളെ കുറിച്ച്, കുറവുകളെ കുറിച്ച് ദാവീദിന് ബോധ്യം വരികയാണ്. ദാവീദ് പറയുന്നു, പാപത്തോടു കൂടിയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. വീണ്ടും ദാവീദ് പറയുന്നു, ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, കുമ്പസാരക്കൂട്ടില് അണയുന്ന എന്റെയും നിന്റെയും ജീവിതത്തിലും മനസ്സിലും ഉണ്ടാകേണ്ട വിചാരം ഏതാണ്? ദൈവത്തെ മറന്നുകൊണ്ട് ദാവീദ് പോയി നാഥാൻ പ്രവാചകനിലൂടെ ഒരു ബോധ്യം കൊടുത്തു, നീ ചെയ്തതൊന്നും ശരിയായില്ല എന്ന് പറയുമ്പോൾ അനുതാപത്തിന്റെ ഈ സങ്കീർത്തനം രചിക്കുന്ന ദാവീദ്, പ്രിയപ്പെട്ടവരെ, കുമ്പസാരക്കൂട്ടിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു ചെല്ലുമ്പോ ദൈവം നോക്കിക്കാണുകയാണ്. ഏത് മനസ്സോടുകൂടിയാണ് ഈ മകൻ അല്ലെങ്കിൽ ഈ മകള് ഈ കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു വന്നത്? ഒരു കള്ളക്കുമ്പസാരമാണോ ഇവൻ നടത്തുക? ആത്മാർത്ഥമായ അനുതാപം ഇവനുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ, വചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ഇത് നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിയണയുന്ന ഒരു വിശ്വാസി അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ ബോധ്യപ്പെടുത്താനാണോ, അല്ലെങ്കിൽ സ്വയം ഒന്ന് ബോധ്യപ്പെടുവാനാണോ കുമ്പസാരക്കൂട്ടിലേക്ക് അണയുക? അതോ എന്റെ ദൈവത്തിന് മുന്നിൽ അരുതാത്തത് ഞാൻ ചെയ്തു, എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ഞാൻ അകന്നു എന്ന ബോധ്യത്തോടു കൂടിയാണോ? ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള തിരുവചനങ്ങൾ. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഹൃദയത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? വചനം പഠിപ്പിക്കുന്നു, നിന്റെ ഹൃദയത്തെ, കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിയണയുന്ന നിന്റെ ഹൃദയത്തെ പരിശോധിക്കുവാന് നിന്റെ ദൈവത്തിന് സാധിക്കും. വചനം 10-ാം വചനം പഠിപ്പിക്കുന്നു, കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു, ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ചെയ്യാൻ പ്രതിഫലം. ഹല്ലേലൂയ. കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിയണയുന്ന എന്റെ മനസ്സിൽ നൊമ്പരത്തിന്റെ ഒരു വികാരമില്ലെങ്കിൽ, എന്റെ ദൈവത്തിനോട് ഞാൻ പാപം ചെയ്തു മറുതലിച്ചു എന്നൊരു വികാരമില്ലെങ്കിൽ, എന്റെ ആ കുമ്പസാരം പോലും, ആ കള്ളക്കുമ്പസാരം പോലും പ്രിയപ്പെട്ടവരെ ഒരു പാപമായിട്ട് മാറുന്നു. വൈദികന്റെ പക്കലേക്ക് പോകുമ്പോൾ എന്റെ ഹൃദയത്തെ എന്റെ ദൈവം സ്വർഗങ്ങളിൽ ഇരുന്നല്ല നോക്കിക്കാണുന്നത്, എന്റെ അടുത്തിരുന്ന് എന്റെ ദൈവം എന്നെ നോക്കിക്കാണുകയാണ്. ഏത് വികാരത്തോടു കൂടിയാണ്, ഏത് വിചാരത്തോടു കൂടിയാണ് ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് അണയുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. കുമ്പസാരക്കൂട്ടിലേക്ക് അണയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചിന്തിക്കണം, അഭിഷിക്തനായ വൈദികന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് എന്റെ കർത്താവായ ദൈവം തന്നെയാണ്. അവന്റെ പകല് കള്ളങ്ങൾ പറയുമ്പോൾ, പാപങ്ങൾ മറച്ചു വെക്കുമ്പോൾ എന്റെ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചെയ്യുക. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, യെശയ്യായുടെ പുസ്തകം 48-ാം അധ്യായം 22-ാം തിരുവചനം. ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. പാപത്തിന്റെ വഴിയെ എന്റെ ജീവിതത്തെ ചില സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകുന്നതിൽ എന്റെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം എനിക്ക് ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ മദ്യത്തിൽ നിന്ന്, മയക്കമരുന്നിൽ നിന്ന്, പാപസുഖങ്ങളിൽ നിന്ന്, ചില സൗഹൃദങ്ങളൊക്കെ, ചില സന്തോഷങ്ങളൊക്കെ ചില നേരത്തെ എനിക്ക് ഉണ്ടായേക്കാം. പക്ഷെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ശാശ്വതമായ സമാധാനം എന്റെ ജീവിതത്തിന് ദുഷ്ടമായി ഞാൻ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് ഉണ്ടാവുകയില്ല. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിലെ 7-ാം അധ്യായത്തില് വീണ്ടും നമ്മുടെ ഈ ദുരവസ്ഥ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പാപത്തിലേക്ക് പോകുന്ന പലരും പറയുന്നൊരു കാര്യമാണ്, പാപം ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പാപം ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ
ഞാൻ ആഗ്രഹിക്കുന്നത് നന്മ ചെയ്യാനാണ്. പക്ഷേ എനിക്ക് ആഗ്രഹിക്കുന്ന ആ നന്മ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. വീണ്ടും പറയുന്നു, എന്റെ ശരീരത്തില് നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ശ്ലീഹ എന്താണ് ഇവിടെ പറയുന്നത്? എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ എന്ന് പറയുന്നത് എന്താണ്? നന്മ എന്ന് പറയുന്നത് എന്റെ ദൈവമാണ്. അതായത് ഞാൻ ആഗ്രഹിക്കാഞ്ഞിട്ടും ഞാൻ പാപം ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. എന്റെ ഹൃദയത്തില്, എന്റെ ശരീരത്തില്, എന്റെ മനസ്സില്, എന്റെ ആത്മാവില് നന്മയായ എന്റെ ദൈവമില്ല. എന്റെ ഉള്ളിൽ ദൈവമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ബുദ്ധിയുടെ തലത്തില് ഇങ്ങനെ ആലോചിക്കുന്നു, പാപം ചെയ്യാതിരുന്നെങ്കിൽ നന്നായിരുന്നു. പാപം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്നും അകലുന്നു, സഭയിൽ നിന്നും അകലുന്നു, അനുഗ്രഹങ്ങളോ കിട്ടാതെ വരുന്നു. ഇത് ബുദ്ധിയുടെ തലത്തിൽ ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ വീണ്ടും ഞാൻ എന്താണ് ചെയ്യുക? എന്റെ പ്രവർത്തിയുടെ തലത്തിൽ വീണ്ടും അതേ പാപങ്ങൾ തന്നെ ചെയ്യുന്നു. പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ശ്ലീഹ പറയുക, എന്റെ ശരീരത്തില് നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. വീണ്ടും വചനം പറയുന്നു, ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രയോജനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ജഡികരായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങളെ മനസ്സിൽ വെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാട്ടെ ആത്മീയ കാര്യം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്റെ ഈ ശരീരത്തെ സുഖിപ്പിക്കുകയാണ്. വ്യത്യസ്ത തരത്തിലുള്ള പാപങ്ങൾ കൊണ്ട്, വലിയ വലിയ ഭക്ഷണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടും എന്റെ ശരീരത്തെ ഒരു ജഡമായി മാത്രം ഞാൻ ചിന്തിക്കുന്നെങ്കിൽ വചനം പഠിപ്പിക്കുന്നു, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ജഡികമായ പ്രവർത്തനങ്ങളാകും. അങ്ങനെ ജഡികരായവരുടെ ശരീരത്തിലേക്ക് ദൈവത്തിന് കടന്നു വരാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് നിരന്തരമായിട്ട് പാപങ്ങൾ ചെയ്യേണ്ട എന്ന് ആഗ്രഹിച്ചിട്ടും അതേ പാപം തന്നെ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. ദൈവത്തിന്റെ ആ ആത്മാവ് ചൈതന്യം നമ്മുടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കുറഞ്ഞു വരുന്ന ലക്ഷണമാണ്. ഒരു പാപത്തെ വെറുത്തുപേക്ഷിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്റെ ദൈവത്തെ എന്റെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കണം. എന്റെ ഉള്ളിനെയും എന്റെ മനസ്സിനെയും എന്റെ ഹൃദയത്തെയും എന്റെ ദൈവത്താൽ നിറയ്ക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അങ്ങനെ നിറച്ചു കഴിയുമ്പോൾ ഒരു വലിയ വിടുതൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകും, ഒരു വലിയ കൃപ എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പാപത്തിൽ നിന്നും പാപസഭകളിൽ നിന്നും അകന്നു മാറാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. ഇനിയും പാപമെല്ലാം ചെയ്തു ആ പാപത്തിന്റെ അനുതാപത്തിന്റെ മേഖലയിൽ കടന്നു വരുമ്പോൾ എന്താണ് ഞാനും നിങ്ങളെ ചെയ്യുക? സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 6-ാം തിരുവചനം, ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. എന്റെ ദൈവത്തിന് മുന്നില് ആത്മാർത്ഥമായിട്ട് മാപ്പ് കൊടുക്കാൻ എനിക്ക് സാധിക്കണം. ഞാൻ ആത്മാർത്ഥത കാണിക്കണം എന്റെ ദൈവത്തോട്. എന്റെ ദൈവമേ, എനിക്ക് പറ്റിപ്പോയി. എന്റെ ശരീരം കൊണ്ട്, എന്റെ മനസ്സുകൊണ്ട്, എന്റെ ചിന്ത കൊണ്ട് നിനക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ചെയ്തു. എന്റെ ദൈവത്തിന് മുന്നില് ആത്മാർത്ഥമായിട്ട് പാപസങ്കീർത്തനം ചൊല്ലുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. വീണ്ടും പറയുന്നു, ദൈവഭയം തിന്മയിൽ നിന്നും അകറ്റുന്നു. ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭയം അതില്ലാത്തതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സമൂഹത്തിന്റെ ലോകത്തിന്റെ ഒരു അവസ്ഥ. എങ്ങനെയും പണം ഉണ്ടാക്കുക, ആ പണം ഉപയോഗിച്ച് എങ്ങനെയും ജീവിക്കുക. ന്യായബലിയെ കുറിച്ചോ അന്യായബലിയെ കുറിച്ചോ സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലവരും വിശ്വാസത്തിന്റെ പല തലങ്ങളിൽ പോലും ഒരു പുച്ഛത്തോടുകൂടി സംസാരിക്കുക. വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ് തിന്മയിലേക്ക് നടന്നെടുക്കുവാനാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾ പലപ്പോഴും തോന്നുക. അതുകൊണ്ട് ദൈവത്തിന് മുന്നില് ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും നിലകൊള്ളുവാനായിട്ട് എനിക്ക് സാധിക്കണം. എന്റെ ജീവനും എന്റെ ജീവിതവും എന്റെ ദൈവത്തിന്റെ ദാനമാണ്, എനിക്കുള്ളതല്ല. ഈ നൽകിയ ദാനങ്ങളെല്ലാം എന്റെ ദൈവം ഈ നിമിഷം തിരിച്ചെടുത്താൽ പിന്നെ ഞാൻ വെറും പുല്ലോ പൊടിയോ ചാരവുമായിട്ട് മാറും. എന്റെ സമ്പത്ത്, എന്റെ കുടുംബം, എന്റെ വിദ്യാഭ്യാസം, എന്റെ ജോലി, ഇതൊക്കെയാണ് എന്റെ മേന്മയായിട്ട് ഞാൻ ഗണിക്കുന്നതെങ്കിൽ ഇതെല്ലാം എന്റെ ദൈവം തന്നതാണ്. ഞാനെന്ന വ്യക്തിയിൽ നിന്നും ഈ നിമിഷം തന്നവനായ ദൈവം ഇതൊക്കെ തിരികെ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ എന്താണ്? ഞാൻ ഒന്നുമല്ല. ഓശാന ഞായറാഴ്ച അല്ലെങ്കിൽ ഓശാനയുടെ തിരുനാളില് ഈശോയും കൊണ്ട് വന്നത് ഒരു കഴുതയുടെ പുറത്താണ്. കഴുതയ്ക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു.
കാരണം കഴുത നോക്കിയപ്പോൾ എല്ലാവരുടെ ഉടവസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ റോഡ് നിരത്തിയിടുന്നു. ഒലിവില കൊമ്പുകളും സാഹിത്യ കൊമ്പുകളും ഒക്കെ എത്തിക്കൊണ്ട് ഒത്തിരിയേറെ ആളുകൾ കടന്നു വരുന്നു. കഴുതയ്ക്ക് ഭയങ്കര സന്തോഷം. കഴുത ശരിക്കും ഒന്ന് എൻജോയ് ചെയ്തു. അതുകൊണ്ട് കഴുത തൊട്ടടുത്ത ദിവസം ഒരു കാര്യം ചെയ്തു. തലേന്ന് ആ യാത്ര പോയ നേരത്ത് അന്ന് കഴുത ആ കഴുതയെ കെട്ടിയിരുന്ന ഇടത്തിൽ നിന്നും ഈ തെരുവീലിലേക്ക് ഇറങ്ങി. കുറച്ചു നേരം കിടന്നിരുമ്പോൾ കഴുതയാരെയും കാണുന്നില്ല. കഴുത വിചാരിച്ചു കുറച്ചുകൂടി കടന്നു ചെല്ലുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണുമെന്ന്. പക്ഷെ ആരും കണ്ടില്ല. തലേന്ന് ആരാധിച്ചവരും എതിരേറ്റവരൊക്കെ തെരുവീതിരി കഴുതയെ കണ്ടപ്പോൾ എറിഞ്ഞു ഒളിച്ചു. കഴുത എന്നെ ലായത്തിൽ ചെന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എന്നെ എറിഞ്ഞു ഒളിച്ചത്? ഇന്നലെ എല്ലാവരും എന്നെ സ്വീകരിച്ചിരുന്നതല്ലേ? കഴുതയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. ഇന്നലെ എന്റെ പുറത്ത് യേശു ഉണ്ടായിരുന്നു, ക്രിസ്തു ഉണ്ടായിരുന്നു, രക്ഷകൻ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, കഴുതകളായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും ആനന്ദമുള്ളൂ, ആഘോഷമുള്ളൂ, ആഹ്ലാദമുള്ളൂ. എന്റെ സമ്പത്തും എന്റെ വിദ്യാഭ്യാസവും ഞാൻ മേന്മയിൽ കരുതുന്നതൊക്കെയും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് മേന്മയായിട്ട് ഗണിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ കഴുതയെപ്പോഴാണ് പ്രിയപ്പെട്ടവര് ഞാനും നിങ്ങളും കുറച്ച് പണം ഉണ്ടായി കഴിയുമ്പോൾ, കുറച്ച് സ്വാധീനം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊക്കെ അഹങ്കാരികളായിട്ട് മാറുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം സ്വന്തം ജീവിതത്തിന് കൊടുക്കുന്നു. സുഖഭോഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെ ദൈവത്തിന്റെ സ്ഥാനം എന്റെ ജീവിതം മാറുമ്പോൾ ഞാൻ പിശാചിന്റെ അടിമയായിട്ട്, അവന്റെ പിണിയാളായിട്ട് പാപത്തിലേക്ക് പോകുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് ക്രമീകരിക്കാം. 119 സങ്കീർത്തനത്തിന്റെ 25 തിരുവചനം, എന്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എന്റെ ജീവിതം, എന്റെ ജീവൻ പൊടിയോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ പുനരുജ്ജീവിപ്പിക്കണമേ. എന്ന് വെച്ചാൽ എന്റെ പാപകരമായ എന്റെ ജീവിതത്താൽ ഞാൻ ജീവനില്ലാത്ത ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. ലോകം കാണുമ്പോൾ ഞാൻ സംസാരിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. പക്ഷെ എന്റെ ദൈവം നോക്കുമ്പോൾ ഞാൻ ജീവനില്ലാത്ത ഒരു വെറും ജഡമാണ്. ഈ ജഡം പൊടിയോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുക, ഞാൻ പൊടിയോട് എന്റെ പ്രാണൻ പറ്റി ചേർന്നിരിക്കുന്നു, എന്നെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കഴിഞ്ഞുപോയ കാലങ്ങളിൽ ചെയ്ത പാപങ്ങൾ, ആ പാപങ്ങളുടെ പേരിൽ വെറുപ്പ് കാണിക്കുന്ന ഒരു ദൈവമല്ല. ആ ദൈവം എന്നോടും നിന്നോടും ഈ തിരുമണിക്കൂറിൽ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ ആ പാപകരമായ ശരികളെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. സ്നേഹിക്കുന്ന ആ ദൈവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹം ഉണ്ടാകും, അഭിഷേകം ഉണ്ടാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുകയും ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായിട്ട് ക്ഷമിക്കും. നിന്റെ പാപം എത്ര വലുതുമായിക്കൊള്ളട്ടെ, അതിന്റെ കനവും തൂക്കവും എത്ര വലുതുമായിക്കൊള്ളട്ടെ, ആ എത്ര വലിയ പാപമായാലും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് അനുഭവിച്ച് നീ മാപ്പ് തേടുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കൃപയായിട്ട് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ മുന്നിലേക്ക് നമ്മുടെ പാപകരമായ എല്ലാ സാധ്യതകളെയും നമുക്ക് കൊടുക്കാം. വീണ്ടും 109 സങ്കീർത്തനത്തിന്റെ 7 തിരുവചനം, എന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായിട്ട് രക്ഷ നൽകുന്നു. നിന്റെ കടിച്ചവും പാർന്ന ആ പാപങ്ങളെ പോലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ആ വലിയ ദൈവത്തിന്റെ സന്നിധിയിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. വിശുദ്ധ കുമ്പസാരത്തെ അതിൻ്റെതായ അർത്ഥത്തില് നമുക്ക് നോക്കിക്കാണാം. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇടങ്ങളാണ് ഓരോ കുമ്പസാരക്കൂടും. കണ്ണീരോടും അനുതാപത്തോടും കൂടി നമ്മുടെ ദൈവത്തിന്റെ പകരം നമുക്ക് അണയാം. കഴിവുള്ളിടത്തോളം പാപത്തിൽ നിന്ന് പാപസാധന പ്രിയപ്പെട്ടവരെ ഒഴിഞ്ഞു നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അഥവാ മനുഷ്യന്റെ ദുർബലതയാൽ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ കരഞ്ഞുകൊണ്ട് അഭിഷേകത്തിന്റെ പക്കൽ ചെന്ന് മാപ്പ് അപേക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം.
അങ്ങനെ മാപ്പപേക്ഷിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ടാകും, വിടുതലുണ്ടാകും, സൗഖ്യമുണ്ടാകും, കൃപയുണ്ടാകും. സങ്കടപ്പെടുന്ന ഒത്തിരി വ്യക്തികളുണ്ടാകാം ഈ കൂട്ടത്തിൽ. ഒത്തിരിയേറെ നിയോഗങ്ങളും അർത്ഥങ്ങളുമായിട്ട് കടന്നു വന്നിട്ടുള്ളവർ, ഒരുപക്ഷെ പാപത്തിന്റെ മേഖലയോട് കടന്നുപോയി ദൈവാനുഗ്രഹത്തിന് കടന്നു പോയിട്ടുള്ളവരാ പ്രിയപ്പെട്ടവരെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലൂടെ എന്നെയും നിങ്ങളെയും നമ്മുടെ ദൈവം പ്രചോദിപ്പിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതിലേക്ക് പ്രത്യാശ തരുന്നു. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. നിന്റെ ദൈവത്തിന്റെ സ്നേഹം, നിന്റെ ദൈവത്തിന്റെ കരുണ ഒരിക്കലും അസ്തമിക്കുന്ന സ്നേഹമല്ല, അസ്തമിക്കുന്ന കാരുണ്യമല്ല. ഒരുപക്ഷെ പാപം ചെയ്ത് നീ അവനെ ഉപേക്ഷിച്ചു പോയാൽ പോലും നിന്നെ തിരികെ മാടി വിളിക്കുന്ന ഒരു ദൈവമാണ്. ദൂർത്തനായ പുത്രൻ സമ്പത്തിന് ദൂർത്തനാല് പിതാവിനെ ഉപേക്ഷിച്ചു പോയി. പക്ഷെ അവന്റെ പിതാവ് സ്നേഹത്തില് ദൂർത്തനായിരുന്നു. ആ മകൻ പോയി പാപകരമായ വഴികൾ പിന്തുടരുമ്പോഴും ആ വീടിന്റെ മട്ടപ്പാവില് കരുണയോടുകൂടി തന്റെ മകനെ നോക്കിയിരിക്കുന്ന ഒരു പിതാവ്. പാപം വഴിയായിട്ട് ഞാനും നിങ്ങളും സ്വർഗീയ പിതാവിന്റെ പക്കൽ നിന്നും ഓടിയകലുമ്പോഴും വെറുപ്പോടുകൂടി ഇരിക്കുന്ന ഒരു ദൈവമല്ല. സ്വർഗത്തിന്റെ മട്ടപ്പാവില് എന്നെയും നോക്കി കരഞ്ഞുകൊണ്ട് വിതുമ്പുന്ന ഹൃദയത്തിലിരിക്കുന്ന ഒരു പിതാവ് എനിക്ക് നിനക്കുണ്ട്. നിന്റെ പാപം എത്ര വലുതായിക്കൊള്ളട്ടെ, ഈ നിമിഷം നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയില് ആവശ്യത്തിന്റെ പകല് നിന്റെ പാപങ്ങളെ അവലിയ പാപഭാര പാട്ടക്കെട്ടുകളൊക്കെ കൊടുക്കുക. ആ പാപത്തിന്റെ ഭാരം നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ കൂട്ടായ്മയിൽ നിന്ന്, നിന്റെ മനസ്സിൽ നിന്ന് ഈ ദിവസം ഇറങ്ങിപ്പോകട്ടെ. നീ ശുദ്ധീകരിക്കപ്പെട്ടവനാകുക. ദൈവത്തിന്റെ കരസ്പർശത്താല് നിന്റെ ജീവിതവും നിന്റെ കൂട്ടായ്മയും നിന്റെ ജീവിത പങ്കാളിയും നിന്റെ കുടുംബവും ഇന്ന് നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അനുഗ്രഹത്തിന്റെ സാക്ഷികളായിട്ട് മാറുവാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഓരോ കുമ്പസാരവും അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ ഇടങ്ങളായിട്ട് എനിക്ക് നിങ്ങൾക്ക് മാറ്റം. ഓരോ കുമ്പസാരം കൂടും നമ്മുടെ കണ്ണീരിനാല് നനയപ്പെടട്ടെ. ഓരോ അഭിഷേകത്തിന്റെ കാര്യങ്ങളിലും നമ്മുടെ കണ്ണീരിനാണ് നിറയപ്പെടട്ടെ. അങ്ങനെ പുതുക്കപ്പെട്ട ജീവിതങ്ങളായിട്ട് മാറിക്കഴിയുമ്പോൾ ഒത്തിരി കൃപയുണ്ടാകും, നിറവുണ്ടാകും, സമൃദ്ധി ഉണ്ടാകും. അങ്ങനെ സ്വർഗീയമായ ആ വാഗ്ദാനത്തിന്റെ അവകാശങ്ങളായി മാറാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദിവികാരൻ ഈശോയുടെ അനുഗ്രഹവും പരിശ്രമയുടെ മാധ്യസ്ഥവും എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ആമേൻ.